ഒരു പഞ്ചായത്ത് ജയിക്കാൻ വേണ്ട വാർഡുകൾ കണക്കാക്കി ബി ജെ പിക്ക് ജയിക്കാൻ ഒന്നോ രണ്ടോ വാർഡുകൾ വോട്ട് അങ്ങോട്ട് കൊടുക്കുകയും ബി ജെ പി ഒരു തരത്തിലും ജയിച്ച് പഞ്ചായത്തിൽ വരാൻ സാധ്യതയില്ലാത്ത പഞ്ചായത്തുകളിൽ യു ഡി എഫിന് ജയിക്കാൻ വേണ്ട വോട്ടുകൾ പകരം ഇപ്പുറത്ത് സംഭാവന ചെയ്യുകയും ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റാണ് ജില്ലയിലുടനീളം നടന്നത്. എല്ലാ കണക്കുകളും ഇപ്പം ഞാൻ പറയുന്നില്ല, ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത്. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡിൽ ബി ജെ പിക്ക് 34 വോട്ട് കിട്ടുമ്പോൾ അതേ വാർഡിൽ അതേ ബൂത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടുന്നത് 85 വോട്ടുകളാണ്. ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും അബദ്ധത്തിൽ തെറ്റിപ്പോയി നമുക്ക് കണക്കാക്കാം. ഈ 84 വോട്ടിന്റെ ഈ 34 വോട്ടായി കുറഞ്ഞതിന്റെ ഗുണഭോക്താവ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ ചില്ലറ വോട്ടിന് ജയിക്കാനിടയിൽ കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ 5 വോട്ടിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ബി ജെ പിക്ക് 28 വോട്ടുകളാണ് ആ ഗ്രാമപഞ്ചായത്തിൽ കിട്ടുന്നത്, ആ വാർഡിൽ കിട്ടുന്നത്. അതേ വാർഡിൽ ജില്ലാ ഡിവിഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടുന്നത് 110 വോട്ടുകളാണ്. ഉദാഹരണം, ഇത്രയധികം വ്യത്യാസം ഒരു തരത്തിലും വരാനിടയില്ല. അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ, കൃത്യമായി കണക്ക് കൂട്ടിക്കൊണ്ടല്ലാതെ ഈ മാറ്റം ഒരിക്കലും വരാനിടയില്ല. പേരാമ്പ്ര കൂത്താണി പഞ്ചായത്തുകളിൽ ഇതുപോലുള്ള കൃത്യമായ അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ, ഞങ്ങൾക്ക് കിട്ടിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ, ഈ പേരാമ്പ്ര ഏരിയയിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 638 വോട്ടുകൾ ലഭിച്ച ബി ജെ പി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് 1385 വോട്ടുകളാണ് കിട്ടുന്നത്. ഈ വ്യത്യാസമാണ് യു ഡി എഫിന് വിജയിക്കാനിടയായത്. 151 വോട്ടുകൾക്കാണ് 6 വാർഡുകൾ പേരാമ്പ്ര പഞ്ചായത്തിൽ എൽ ഡി എഫ് പരാജയപ്പെടുന്നത്. ബി ജെ പിയുടെ വോട്ടിലെ വ്യത്യാസം 638 1385 തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്. ഈ സമാനമായ സാഹചര്യമാണ് മറ്റ് ചില പ്രദേശത്തുള്ളത്. ഇപ്പോൾ പേരാമ്പ്ര ജില്ലാ ഡിവിഷനിൽ 496 വോട്ട് ലഭിച്ച കോൺഗ്രസിന് ഗ്രാമപഞ്ചായത്തിൽ 340 വോട്ട്. അത് ബി ജെ പിക്ക് തിരിച്ച് സഹായിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഈ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന 24 വോട്ടുകൾക്കാണ് ഈ വ്യത്യാസം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം വരുന്നത്. പേരാമ്പ്ര പഞ്ചായത്തിലെ 11-15 വാർഡുകൾ എൽ ഡി എഫ് ജയിക്കുമെന്ന് കണക്കാക്കിയ വാർഡുകളുടെ നഷ്ടമായി. യു ഡി എഫിന് വിജയത്തിനാവശ്യമായ വോട്ട് നൽകിയത് ബി ജെ പിയാണ്. ബി ജെ പിയുടെ വോട്ടുകളുടെ അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് ജയിക്കാൻ സാധിച്ചു. ഇതുപോലെ കുന്നമംഗലം മണ്ഡലത്തിൽ ഇതേ അനുഭവം ഉണ്ടായി. കുന്നമംഗലം പഞ്ചായത്തിലെ 10-12 വാർഡുകളിൽ കോൺഗ്രസ് ബി ജെ പി രഹസ്യബന്ധത്തിന്റെ ഉദാഹരണമുണ്ട്. 76-56 എന്ന നിലയിൽ പഞ്ചായത്ത് വാർഡിൽ വോട്ട് കിട്ടിയവർക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് നോക്കുമ്പോൾ 276, 196 എന്ന നിലയിലാണ് വോട്ട്. ഒരിക്കലും ഇങ്ങനെ വരാൻ സാധ്യതയില്ല. ഒരു മനുഷ്യനാണ് ഇത് ചെയ്യുന്നത്. 3 വോട്ട് ചെയ്യേണ്ട മനുഷ്യൻ. ചാത്തമാനം പഞ്ചായത്തിൽ ഇതേ അനുഭവം തന്നെ. 7, 19, 15 വാർഡുകളിൽ ബി ജെ പിക്ക് വോട്ട് നൽകി ജയിപ്പിക്കാൻ കോൺഗ്രസ് വോട്ട്. 8, 12, 14, 19, 20 വാർഡുകളിൽ ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിന്. കണക്കുകൾ ഇതുപോലെ തന്നെ കണക്കുകളുണ്ട്. പഞ്ചായത്തിൽ വ്യത്യാസത്തിൽ വോട്ട് കുറയുന്നു, ബ്ലോക്ക് പഞ്ചായത്തിൽ വോട്ട് കൂടും. ഇത് തന്നെ മാവൂർ പഞ്ചായത്തിലും കണ്ടത്. 19-ാം വാർഡിൽ 190 വോട്ട് നേടിയ ബി ജെ പി ആ വാർഡിൽ ജില്ലാ വാർഡിലേക്ക് കിട്ടുന്ന വോട്ട്, ആ ബൂത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് കിട്ടുന്ന വോട്ട് 322ആണ്. ഗ്രാമപഞ്ചായത്തിൽ അത് 190 കുറയുകയാണ്. ജില്ലയിൽ 498 വോട്ടുള്ള കോൺഗ്രസ് 688 വോട്ട് നേടി ജയിക്കുന്നു. ഈ അഡ്ജസ്റ്റ്മെന്റിലൂടെ ഇത് വരുന്നു. തിരുവമ്പാടി മണ്ഡലത്തിൽ ഇത് കാണുന്നുണ്ട്. കാരശ്ശേരി പഞ്ചായത്ത് എൽ ഡി എഫ് ജയിച്ചതാണ്. നേരത്തെ യു ഡി എഫ് ആയിരുന്നു, ഈ പ്രാവശ്യം എൽ ഡി എഫ് ജയിച്ച പഞ്ചായത്താണ്. കാരശ്ശേരി പഞ്ചായത്ത് 5 വാർഡുകളിൽ 0 വോട്ട് നേടിയ ബി ജെ പി അവിടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കൾ കോൺഗ്രസ് ആണ്.
കാരശ്ശേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ LDF പരാജയപ്പെട്ടു. അതിനു വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് നടത്തിയത്. കോടഞ്ചേരി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ, കൊടിയത്തൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ 112 വോട്ട് BJP സ്ഥാനത്ത് ലഭിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിൽ കിട്ടുന്നത് 36 വോട്ട് മാത്രം. ബേപ്പൂർ മണ്ഡലത്തിലെ കടലൂട്ടി പഞ്ചായത്ത് വാർഡ് 11-ൽ 50 വോട്ട് BJP കോൺഗ്രസിന് കൊടുത്തതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 13-ാം വാർഡിൽ 101 വോട്ട് BJP UDFന് നൽകി. വാർഡ് 15-ലും 14-ലും ഇതുപോലെ വോട്ടുകളുടെ ഇടപാട് നടന്നതായി തോന്നുന്നു. 217 വോട്ടുകൾ UDF BJPക്ക് സംഭാവന ചെയ്തതായിട്ട് കാണാം. പരസ്പരമുള്ള സഹായങ്ങൾ. എലത്തൂർ മണ്ഡലത്തിൽ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 2, 3, 5, 7, 8, 10, 13, 14, 19 വാർഡുകളിൽ BJP വോട്ട് കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത്. കണക്കുകൾ വളരെ കൃത്യമാണ്. ജില്ലാ പഞ്ചായത്തിൽ അവരുടെ വോട്ടുകളുടെ കൂടുന്നു, ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ വോട്ട് കുറയും. നന്മണ്ടയിൽ 7-ാം വാർഡ് BJP മറിച്ചത് 67 വോട്ടാണ്. അവരുടെ ജില്ലാ പഞ്ചായത്തിൽ കിട്ടിയ വോട്ടിൽ അതിനേക്കാൾ കുറവാണ് ഗ്രാമപഞ്ചായത്തിലെ വോട്ട്. ആ 67 വോട്ടിനാണ് അവിടെ UDF വോട്ട് ജയിക്കുന്നത്. ഈ വോട്ടിന് വ്യത്യാസം. അതുപോലെ പ്രത്യുപകാരമായി 110 വോട്ട് BJPക്ക് നൽകി. BJP 21 വോട്ടിന് ജയിച്ചു ഒരുപാട്. അവിടെ UDFന് 2 തരത്തിലുള്ള വോട്ടാണ് ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ലഭിക്കുന്നത്. ചേന്നന്നൂർ പഞ്ചായത്തിൽ ഇത് തന്നെ സംഭവിച്ചു. 12-ാം വാർഡിൽ 150 വോട്ടുകൾ BJPയിൽ നിന്ന് സമാഹരിച്ചാണ് 103 വോട്ടിന് കോൺഗ്രസ് ജയിച്ചത്. 12-ാം വാർഡിൽ കുരുവട്ടൂർ പഞ്ചായത്തിൽ BJPക്ക് 12-ാം വാർഡിൽ അങ്ങോട്ട് വോട്ട് കൊടുത്തു. അതിന് പകരം മറ്റു വാർഡുകളിൽ ഇങ്ങോട്ട്. ഈ തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, വ്യക്തമായ ധാരണ ജില്ലയിലുടനീളം വർക്കൗട്ട് ചെയ്തിരുന്നു. UDFന്റെ ഒരു പ്രചരണത്തിലും BJPയുടെ രാഷ്ട്രീയത്തെയോ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെയോ വിമർശിച്ചിരുന്നില്ല. അവരുടെ മുഖ്യ ശത്രു LDF മാത്രമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരെ മറിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെയും BJPയുടെ നയങ്ങളെയും RSSന്റെ വർഗീയതയും UDFന്റെ നിലപാടുകളെയും രാഷ്ട്രീയത്തെയും നിശിതമായി വിമർശിച്ചു. UDF അങ്ങനെ ചെയ്തതേയില്ല. അത് ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ഉദാഹരണം. ഇത് കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇതുവരെ കിട്ടിയ വാർത്തകൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 40 വാർഡുകളിൽ കോൺഗ്രസിന്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞു. അതിന്റെ ഗുണഭോക്താവായത് BJPയാണ്. അവർക്ക് 50 സീറ്റ് നേടാനിടയായത് ഈ വിജയമാണ്. അത്രയല്ല കോൺഗ്രസിന്റെ വോട്ട് ആ മണ്ഡലത്തിലുള്ളതെന്നുള്ള എല്ലാവർക്കും അറിയാം. അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കിട്ടിയത് അവരുടെ വോട്ടുകളായി സാധാരണ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തകർ ഒരു നിർണയം നടത്തുമല്ലോ. ആ നിർണയത്തിലും ഇതിനേക്കാൾ കൂടുതൽ വോട്ട് UDFന് ഉണ്ടായിരുന്നു. പക്ഷെ ആ UDFന്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞ് അതിൻ്റെ ഗുണഭോക്തായത് BJPയാണ്. ഇങ്ങനെ പലയിടത്തായും വന്നിട്ടുണ്ട്. ഇത് വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് UDF നടത്തിയത്.